വാർത്താരംഭം ആരംഭിക്കുകയാണ്. പ്രധാന തലക്കെട്ടുകൾ. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കരതൊടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴ. ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഉണ്ണി ജീവനൊടുക്കിയെന്ന് സഹപ്രവർത്തകർ. ശമ്പളം മുടങ്ങിയിട്ട് 15 മാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 4 മാസം. പുനരധിവാസവും ഉപജീവനവും ഇപ്പോഴും ആശങ്കയിൽ. ആഴത്തിലുള്ള ദുരന്തം ഏൽപ്പിച്ച മുറിവ് മായാതെ ഒരു ജനത. രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു മണി ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. രാഹുലും പ്രിയങ്കയും ഇന്ന് വയനാട് മണ്ഡലത്തിൽ. കോഴിക്കോട് മുക്കത്ത് പൊതുസമ്മേളനം. 3 സ്വീകരണം. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഇന്നലെ 80,984 പേർ ദർശനം നടത്തി. ഇന്നും തീർത്ഥാടക പ്രവാഹം. മരക്കൂട്ടം മുതൽ നിയന്ത്രണം. മഹാരാഷ്ട്രയിൽ അനിശ്ചിതത്വം തുടരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ അതൃപ്തി പരിഹരിക്കാൻ ശ്രമം. നാളെ വീണ്ടും മുന്നണി യോഗം ചേർന്നേക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ നിലപാടിനൊപ്പം ICC. ഹൈബ്രിഡ് മോഡൽ സമ്മതിച്ചില്ലെങ്കിൽ വേദി മാറ്റുമെന്ന മുന്നറിയിപ്പ്. ഇന്ന് നിർണായക യോഗം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ജീവനക്കാരനായ P. ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് ജീവനക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരൻ P. ഉണ്ണി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ കുറേ നാളുകളായി ട്രാക്കോ കേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരവും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നു. ഏതാണ്ട് 11 മാസത്തിലധികം 15 മാസമാകുന്നു ഇവർക്ക് ശമ്പളം അടക്കം ലഭിച്ചിട്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചർച്ചകളും കാര്യങ്ങളും പുരോഗമിക്കുന്നു എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ കൂടിയാണ് ഒരു ജീവനക്കാരൻ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത് സംഭവിച്ചതെന്നവർ ഒപ്പം ജോലി ചെയ്യുന്ന നേരത്തെ സഹപ്രവർത്തകരെല്ലാം തന്നെ പറയുന്നു. തീർത്തും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഇന്നലെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഒരു ഉച്ചയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. അതുപോലെ പല തൊഴിലാളികളും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ യൂണിറ്റുകളുടെ ഉൾപ്പെടെ ചെന്ന് സമാധാനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോന്നിട്ടുള്ളത്. ഇത് 6 മാസം മുമ്പ് വരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളെ വിളിച്ചിട്ട് ഇതൊരു ന്യായമായിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോ പാർക്ക് അതിന് നോട്ട് വിട്ടിട്ടുണ്ടെന്നുള്ളതിലൊക്കെ സംസാരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു. കമ്പനി വിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാക്കേജ് ഞങ്ങൾ രക്ഷിക്കുന്നുള്ളതിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സമ്മതം മൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല യൂണിറ്റിൽ MD വരികയും ഞങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്. തിരുവല്ല യൂണിറ്റ് പിന്നെ ഒരു കണ്ണൂരുണ്ട്. ഈ തിരുവല്ല യൂണിറ്റിൽ MD വരികയും MD വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാക്കേജും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു മാനസിക പീഡനത്തിലായിരിക്കാം ഉണ്ണി മരണപ്പെട്ടത്. ഉണ്ണി തന്നെ പല ഉണ്ണിമാരും വളരെ വിഷമത്തിലാണ് കമ്പനിയിൽ. എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ഇത് വരുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ പ്രതിഷേധം അത്തരം കാര്യങ്ങൾ? ഞങ്ങളിപ്പോൾ ഉണ്ണിയുടെ സംസ്കാരം ഇതുള്ളതുകൊണ്ടാണ് പ്രതിഷേധിച്ച ബോഡി ഇങ്ങനെ ഇത് നമ്മളെ സഹപ്രവർത്തകനാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാ ഈ കമ്പനിയിൽ പോയി യൂണിയനുമായി ആലോചിച്ച് ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് മുന്നോട്ട് പോകാനാണ്.
മറ്റ് കമ്പനി ബ്രാഞ്ചുകളിലൊക്കെ ഇത് തന്നെയാണോ അവസ്ഥ? ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ ഇന്നിപ്പോ തിരുവല്ലയിൽ ഈ പ്രകടനവും പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. തിരുവല്ല യൂണിറ്റിൽ പ്രതിഷേധ പരിപാടികൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കാത്തത് നമ്മൾ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്താ MD ഇങ്ങനെ പറഞ്ഞു? മന്ത്രി നൽകിയ ഒരു ഉറപ്പൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ MD ഈ രീതിയിൽ സംസാരിക്കുന്നത്? 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാക്കേജ് നൽകാമെന്ന് ഞങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കളെ വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ധാരണയായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിരുദ്ധമായിട്ടാണ് MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് ഈ പാക്കേജ് തരില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ണി അറിയുകയുണ്ടായത്. ഉണ്ണി അടക്കം ഞങ്ങളെല്ലാവരും അറിയാതില്ല. അതിൻ്റെ മനോഷത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരിൽ MD അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ടു, ഞങ്ങളെല്ലാ യൂണിയനും ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD ആണ്. MD അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഈ വിലവർദ്ധനവിൻ്റെ കാലഘട്ടമാണ്. ഈ വിലവർദ്ധന കാലഘട്ടത്തിൽ ആര് വരെ ഒരു കിലോ മീൻ മേടിക്കുമ്പോൾ ട്രാക്കോ കേബിൾ കമ്പനി ജോലിക്കാരന് കുറവില്ല. ഏത് കടയിൽ പോയാലും നമുക്ക് ശമ്പളം കിട്ടലാണ് ഇല്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിൻ്റെ വക്കിലെത്തിക്കാണ്. ഞങ്ങൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഇത് കൊടുത്ത സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയൻ്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു തൊഴിലാളി ആത്മഹത്യാശ്രമം നടത്തുന്നുണ്ടായി ഞങ്ങളുടെ അവിടെ. അതായത് ഞങ്ങളുടെ ഇരിക്കുന്ന സബ് സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായും അതിൻ്റെ പേരിൽ യൂണിറ്റുകളുടെ അടക്കം ചെന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ച് കൊണ്ടുപോയത്. അങ്ങനെ പല സംഭവം. ഇനി ഉണ്ണിമാരെ ആവർത്തിക്കപ്പെടരുത്, ഒരു ഉണ്ണി ഇവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങേറ്റം കടുത്ത പ്രതിഷേധം, വലിയ കടുത്ത കനത്ത സങ്കടത്തിൽ നിൽക്കുമ്പോഴും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഉണ്ണിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം നാളെയൊരു സംസ്കാര ചടങ്ങുകളുണ്ട്. അതിനുശേഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നത്. മനോജിനൊപ്പം ഡാനി പോൾ. കൊച്ചിയിലെ ട്രാക്കോ കേബിൾ ജീവനക്കാരനായ ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനമൊട്ടാകെ നമുക്കറിയാം ട്രാക്കോ കേബിൾസിൻ്റെ നിരവധി ബ്രാഞ്ചുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒക്കെ ഈ ശമ്പളം മുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സമയത്ത് ഈ കേബിൾ രംഗത്ത് പൊതുമേഖലാ സ്ഥാപനമായ ഈ ട്രാക്കോ കേബിൾ വലിയ വിപ്ലവം സൃഷ്ടിച്ചതാണ്. വില കുറച്ച് ഉപഭോക്താക്കൾക്ക് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വലിയ തോതിൽ ലാഭത്തിൽ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ അത് ശമ്പളം മുടങ്ങിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലം കൂടി വരികയാണ്. 15 മാസമായി എന്ന് പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ണി എന്ന ജീവനക്കാരൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് നൽകാനുള്ളത്. ഡാനി പോൾ അല്പസമയത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ മകളുടെ വിവാഹമടക്കം തീരുമാനിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അത് എങ്ങനെ നടത്തുമെന്നറിയാതെ വല്ലാതെ ആശങ്കയിലായിരുന്നു ആ മനുഷ്യനെന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സഹപ്രവർത്തകർക്ക് പറയാനുള്ളത്? MDക്കെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. ഈ ട്രാക്കോ കേബിളിൻ്റെ അവസ്ഥ വല്ലാതെ ദയനീയമാണോ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ? ഡാനി, കേൾക്കാമോ? ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡാനി, സഹപ്രവർത്തകർ പറയുന്നത് എന്താണ്? ആരുടെ അനാസ്ഥയാണ് ഇത്ര വലിയ ഒരു സംഭവത്തിലേക്ക് നയിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ 15 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചത്. ട്രാക്കോ കേബിൾ പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ നമ്മൾ ഇരുമനം BPCയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവരുടെ കൊച്ചിയിലെ യൂണിറ്റ് അടക്കം പ്രവർത്തിക്കുന്നത്. കോട്ടയത്തും കണ്ണൂരുമാണ് മറ്റ് യൂണിറ്റുകളുള്ളത്. നമുക്കിത് കാണാം. ഇതെല്ലാം ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അവിടെ സമരം അനുഷ്ഠിച്ചു പോരുന്നു. ഒരു അവകാശങ്ങൾ, അത്തരം കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ളൊരു സമരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. രണ്ട് വശത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിൻ്റേതായ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായി സമരം തുടരുകയും ചെയ്യുന്നു. അടുത്ത ഇടയായി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നൊരു ചർച്ച എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു കോമ്പൗണ്ടാണിത് ട്രാക്കോ കേബിളിൻ്റേത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്
ഇൻഫോ പാർക്ക് അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് തന്നെ ഇൻഫോ പാർക്കിൻ്റെ ഒരു അടുത്ത ഘട്ട വികസനത്തിന് വേണ്ടി കൈമാറുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. ഏതാണ്ട് മന്ത്രിതല ചർച്ചകളെല്ലാം നടത്തി പൂർത്തിയായി ജീവനക്കാരോടൊപ്പം അത്തരം ചർച്ചകളെല്ലാം നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതേതാണ്ട് തത്വത്തിൽ ധാരണയാവുകയും ഇവർക്ക് അതിൻ്റെ ഒരു ജോലി നഷ്ടമാകുന്നതിൻ്റെ ഒരു നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അത് ഇവർക്ക് വിതരണം ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ അത്തരം ഒരു ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെ തന്നെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവവും ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് MD-യുടെ വക ഒരു പ്രസ്താവനയുണ്ടായിരുന്നു മറ്റൊരു യൂണിറ്റിൽ. അതുകൊണ്ട് ആ യൂണിറ്റ് അവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിന് അർഹതയില്ല, നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞുവെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ വിഷയങ്ങൾ ആണ് ഈ ഉണ്ണിയെ അടക്കം ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഇവർ അനുഭവിക്കുകയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ണിയുടെ ആത്മഹത്യയിലേക്ക് അടക്കം വരുന്നത്. മകളുടെ വിവാഹ നിശ്ചയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പിന്നെയും സങ്കീർണ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കമ്പനിയിലെ ഓരോരുത്തരുടെയും ഒരു അവസ്ഥയും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അല്പം മുമ്പ് ഇവിടെ നമ്മളോട് സംസാരിച്ച് ഇവിടെ വന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളി അദ്ദേഹം പറഞ്ഞത് താനും ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു എന്നതാണ്. കാരണം മറ്റു വഴികളില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇവരെ എല്ലാം തന്നെ സഹായത്തോടു കൂടി മാത്രമേ മറ്റെന്തെങ്കിലും ജോലികൾ ലഭിച്ചു മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കുടുംബം പുലർത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് മറ്റ് ജോലികൾ ചെയ്യാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് മറ്റു ജോലികളിലേക്കെല്ലാം അവർ മാറുകയും ചെയ്തു. അങ്ങനെ കടുത്ത പ്രതിസന്ധി പ്രയാസങ്ങളെല്ലാം ഡാനി സഹപ്രവർത്തകനായ നദീർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നദീർ, എന്താണ് ഉണ്ണിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ പ്രതിസന്ധി ശമ്പളം കിട്ടാതിരുന്നത് ഉണ്ണിയെ വല്ലാതെ ഉലച്ചിരുന്നോ? ഉണ്ണിയെ വല്ലാതെ ഉലച്ചിരുന്നു സാർ. ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് സാലറി ഇല്ല. ഒരു വർഷമായിട്ട് ഇപ്പൊ സാലറി. ഉണ്ണി വളരെ മാനസികമായിട്ട് ഡിപ്രഷനിലായിരുന്നു. മാനസികമായിട്ട് ഉണ്ണി ആകെ തകർന്നിരിക്കും. ഉണ്ണി നല്ലൊരു സഹപ്രവർത്തനായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഉണ്ണി നല്ലൊരു കമ്പനിയിലെ നല്ലൊരു വർക്കറും എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നതാണ്. ഉണ്ണിക്ക് സാലറി കിട്ടാത്തത് വല്ലാത്തൊരു മാനസികമായിട്ട് തകർത്തു കളഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വെച്ച് MD ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾക്കിത് ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുന്ന നല്ലൊരു പാക്കേജ് നടത്താമെന്നാണ് മിനിസ്റ്റർ ലെവലിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ തീരുമാനമായത്. അതിന് വിപരീതമായിട്ട് MD മിനിഞ്ഞാന്ന് തിരുവല്ലയിൽ വെച്ച് പാക്കേജ് ഒന്നും നടക്കില്ല, അത് ശരിയാവില്ല എന്ന് അത് ഉണ്ണി അറിഞ്ഞ. അപ്പോൾ ഉണ്ണി ഒന്നും കൂടി മാനസികമായിട്ട് ഉണ്ണി ആകെ തകർന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് കാരണക്കാരൻ MD ഇതിൽ മുഖ്യ പങ്കാണ്. MD ആണ് ഇതിൽ ഇപ്പോൾ മിനിഞ്ഞാന്നെടുത്ത തീരുമാനം ഉണ്ണിയെ വല്ലാതെ മാനസികമായിട്ട് തകർത്തു. അല്ലെ, സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ കൃത്യമായി ശമ്പളം നൽകുമെന്നും പാക്കേജുകൾ പുനഃസ്ഥാപിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ MD അതിന് വിഘാതമായുള്ള പ്രവർത്തനം. MD ആണ് ഈ വിഷയത്തിൽ പ്രധാന കാരണക്കാരായി നിങ്ങൾ കരുതുന്നത് അല്ലേ? MD ആണ് ഇപ്പോൾ ഇതിൽ മെയിൻ കാരണക്കാരൻ. MD തന്നെയാണ്. MDക്കെതിരെ നടപടി ഉണ്ടാകണം, MD അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഈ എന്തുകൊണ്ടാണ് ഈ ശമ്പളം 10 മാസമായി മുടങ്ങിയ ഒരു പശ്ചാത്തലം? അത് സർക്കാരുമായി നിരന്തരമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നോ യൂണിയനുകൾ? നിരന്തരമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സമരം ചെയ്തു. ഞങ്ങൾ പല പ്രവൃത്തി ലേബറിലും മിനിസ്റ്റർക്കും എല്ലാ വകുപ്പുകൾക്കും ഞങ്ങൾക്ക് ലെറ്റർ കൊടുക്കുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തു. ഇത് ഗവൺമെന്റ് വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ അടുത്ത മണ്ഡലക്കാരനാണ് P. രാജീവ്, വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് കമ്പനി. മന്ത്രി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ല. അവർക്കൊരു അലംഭാവ രീതിയിലായിരുന്നു. എങ്ങനെയും വിറ്റ് തുലയ്ക്കണം എന്നുള്ളൊരു ഗവൺമെന്റ് പോളിസിയാണ് അവർ രണ്ടാമത് വന്ന ഈ ഗവൺമെന്റ് ഞങ്ങളോട് സമീപം. വളരെ ധിക്കാരപരമായ ഒരു സമീപനമാണ് ഞങ്ങളോട് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് വകുപ്പ് മന്ത്രി MD. ശരി 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 അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് ചേർന്നത്. അദ്ദേഹത്തിന് MD-യുമായി നദീറാണ് ചേർന്നത്. നദീർ പറഞ്ഞ MD ആണ് ഈ വിഷയത്തിൽ കുറ്റക്കാരനെന്നാണ്. കാരണം MD സർക്കാർ തലത്തിൽ പെൻഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള തീരുമാനമെടുത്തിരുന്നു. അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. അതാണ് ഉണ്ണിയെ മാനസികമായി വല്ലാതെ വിഷമിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. നമുക്ക് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ഡാനി, ഈ പറഞ്ഞതുപോലെ യൂണിയനുകളുടെ ഇടപെടലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ണി അവസാനമായ ആശ്രയം അതും ഇല്ലാതായി. തുടർന്നാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഉണ്ണി കടക്കേണ്ടി വന്നത് എന്നാണോ സഹപ്രവർത്തകരും പറയുന്നത്?
അത് തന്നെയാണ് അതിലൊരു വാസ്തവം. കാരണം മറ്റു വഴികളില്ല, മറ്റു വഴികളിലേക്ക് ഒന്നും തന്നെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ 15 മാസമായിട്ട് ശമ്പളം മുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനം. നേരത്തെ അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഞങ്ങൾ വളരെ കൃത്യമായി ജോലി ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ അതിൽ തങ്ങൾക്ക് പോലും അറിയാത്ത കാരണങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നാണ്. നമുക്കൊപ്പം ഇപ്പോൾ ഈ ട്രാക്കോ കേബിളിന് മുന്നിൽ നിന്നവരെ സഹപ്രവർത്തകരടക്കം ചേരുന്നു. വിവിധ യൂണിയൻ ഭാരവാഹികൾ കൂടിയാണ്. ഒരിക്കലും തൊഴിലാളികളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയല്ല ഈ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ കമ്പനിയുടെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എങ്ങനെയാണ് കാണുന്നത്? നിലവിൽ ഈ കമ്പനി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാന കാരണക്കാർ ഇവിടുത്തെ മാനേജ്മെൻറ്റാണ്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കൊണ്ട് ഒരു വിധത്തിലുള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് 11 മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടാതായിട്ട് ഞങ്ങൾ ഒരു ദിവസം പോലും മറ്റുള്ള അക്രമ സ്വഭാവത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള മറ്റുള്ള സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വാർത്ത ചെയ്യുന്നതല്ലേ. 15 ദിവസം KSRTC ശമ്പളം മുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും കൊണ്ട് നിങ്ങൾ കണ്ടതല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ 11 മാസമായിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണോ എന്നുള്ളത് പോലും ഇവിടുത്തെ MD അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ പലവട്ടങ്ങളിൽ വിളിച്ചാൽ പോലും ഈ MD ഫോൺ എടുക്കില്ല. ഇവിടുത്തെ ഓരോ തൊഴിലാളികളുടെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തീർക്കേണ്ട വിഷയങ്ങളുണ്ടായാൽ പോലും അതിനെക്കുറിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും ഇവരാരും തയ്യാറല്ല. ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾ ഉള്ളവരെ എല്ലാ ആളുകളും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ലാപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയത്ത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസുകൾ കൊടുക്കണം. നമ്മൾ എല്ലാം ഈ സർക്കാരിനെ ആശ്രയിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു റേഷൻ്റെ ആനുകൂല്യം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കും. 11 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു തൊഴിലാളികളുടെ ഈ ഒരു മനോഭാവത്തിൽ പോകുന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഒരേ മുഖത്തിൽ കൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ പുണ്ണി ഇന്നലെ ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു തൊഴിലാളി ഇതിനകത്ത് കമ്പനിക്കകത്ത് ചെയ്തു. അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പം ഞങ്ങൾക്കിത് ഞങ്ങളുടെ എല്ലാ തൊഴിലാളികളുടെയും മാനസികാവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് സർക്കാർ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാവുന്നതുള്ളൂ. ഇപ്പം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് സന്ദർഭത്തിൽ പോലും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പാക്കേജ് പറഞ്ഞത്, ആ പാക്കേജ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കും. എങ്ങനെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ശമ്പളവും കാര്യങ്ങളും എല്ലാം മുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഞങ്ങൾ 2-2.5 കൊല്ലമായിട്ട് നമുക്ക് സാലറി സ്ലോ ആണ്. ആദ്യം ഒരു 50% തന്നു, പിന്നെ 25% ആയി, പിന്നെ 10,000 ആയി, 5,000 അങ്ങനെ ഞങ്ങൾ 2.5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ജോലിക്ക് വരാൻ പോലുള്ള ബസ് കൂലി പോലും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിരിക്കുക. കുറച്ച് പേരൊക്കെ വന്നു പോകണമെന്ന് മാത്രം, അല്ലാത്ത പ്രതിസന്ധിയാണ് കമ്പനി. പലരും പല ജോലികളിലേക്കൊക്കെ മാറിയിരിക്കുകയാണെന്ന് പറയുന്നു. പലരും മറ്റു ജോലികളിലേക്കൊക്കെ തിരിഞ്ഞിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വണ്ടി അതാക്കിടക്കണം. തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ +2 പഠിക്കുന്നു, ഒരാൾ 9ാം ക്ലാസ് പഠിക്കുന്നു. ഇവരെയൊന്നും പഠിപ്പിക്കാൻ നോക്കുന്നില്ല. വൈഫിനാണ് ജോലിയില്ല. അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ മറ്റുള്ള ആൾക്കാർ ഹോട്ടലിൽ പോയി ഇപ്പോൾ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. 5-6 പേര് പെട്രോൾ പമ്പിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, നമുക്ക് എന്താണെന്ന പ്രശ്നം. അയാളെ ഇപ്പോഴും ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതൊന്ന് പ്രാവർത്തികമാകുമോ? അതും ഒരു ആശങ്കയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, വളരെ ആശങ്കയിലാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും ഉടനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പോകുവാണപ്പോൾ ഞങ്ങൾക്ക് സംശയമാണ് ഒന്നും കിട്ടാൻ. എനിക്കാണെങ്കിൽ ഇനി 4-5 മാസം കൂടിയേ ഉള്ളൂ റിട്ടയർഡ് ചെയ്യാൻ. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. CIT യൂണിയനിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അവർ ഡെപ്യൂട്ടേഷനൊക്കെ അനുവദിച്ചു കൊടുത്തു. അവരൊക്കെ ശമ്പളവും മേടിച്ച്. ഉണ്ണിയും അതുപോലെ CIT ഭാരവാഹിയായിരുന്നു. ഉണ്ണി ഇവിടുത്തെ വന്ന കാലം തൊട്ട് CIT യൂണിയൻ്റെ അടിയുറച്ച ഭാരവാഹി എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്തരം ഈ യൂണിയനിൻ്റെ എല്ലാ പ്രവർത്തികൾക്കും അവൻ കൂട്ടുനിന്നിട്ടുള്ള ആളാണ്. പക്ഷേ അവൻ്റെ ഈ മാനസിക പ്രയാസത്തിൻ്റെ ഒപ്പം പോലും യൂണിയൻ സഹകരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അവനെ ആ ഒരു നിലയിലേക്ക് അല്ല അവരിപ്പോൾ കണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കമ്പനിയിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും ഒരാളെയും ഞങ്ങളിവിടെ കാണുന്നില്ല. ഇവിടെ ഒരു ഭരണകക്ഷി യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരണമടഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് നോക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയോ കണ്ടതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ അവരുടെ കുറച്ച് ആളുകളെ അവർ സംരക്ഷിച്ചു. ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ബ്യൂറേജിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്ത് അവരെ കുറച്ച് പേരെ അങ്ങോട്ട് കൊണ്ടുപോയി. അവരുടെ CIT യൂണിയനിൽ പെട്ടവർ മാത്രം അതുപോലും രാഷ്ട്രീയം കളഞ്ഞു.
അതാണ് സാഹചര്യം. ഏതായാലും വലിയ രഞ്ജിത്ത്, ഇതാണ് പ്രതിഷേധമാണ് അവിടെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയ ഇടപെടലുണ്ടായി. പക്ഷേ ഉണ്ണിക്കൊരു പ്രശ്നം വന്നപ്പോൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട യൂണിയനുകളോ കമ്പനിയോ ഒന്നും ആ തരത്തിൽ സഹകരിച്ചില്ല എന്നാണ് സഹജീവനക്കാരുടെ ആക്ഷേപം. മറ്റു വാർത്ത തിരുവനന്തപുരം കടകംപള്ളിയിൽ നിന്നാണ്. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ CPMന്റെ ഉപരോധമുണ്ട്. വില്ലേജിൽ രേഖകൾ അപൂർണമെന്നാണ് ആരോപണം. തണ്ടപ്പേർ രജിസ്റ്റർ ഉൾപ്പെടെ ഓൺലൈനാക്കി മാറ്റുന്നില്ലെന്നും ആരോപണമുണ്ട്. വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് കയറ്റാതെ തടഞ്ഞിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനോദ്, ഇന്നലെ അവിടെയാണ് ഈ പ്രശ്നമുണ്ടായത്. കാരണം അവിടെ ഇന്നലെ ജീവനക്കാർ ഹാജരായിരുന്നില്ല. BJP പ്രവർത്തകരുടെയൊക്കെ ഉപരോധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ പല ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ നടക്കാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്താണ് ആ വില്ലേജ് ഓഫീസിൽ? രഞ്ജിത്ത്, കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷൻ, ഈ മിനി സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ CPMന്റെ ഉപരോധം ഇവിടെ നടക്കുകയാണ്. വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിലാണ് CPM ഉള്ളത്. നേരത്തെ തന്നെ ആരോപണം CPM ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല, അതിനെല്ലാം പിന്നിലുള്ള കാര്യം അഴിമതിയാണ്. അഴിമതി ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ ഓൺലൈനിൽ ആക്കി രേഖകൾ മാറ്റുകയോ അല്ലെങ്കിൽ കൃത്യമായി അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കുകയോ ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ സമരം തുടരാനാണോ തീരുമാനം? ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഈ സമരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികൾ, ഇന്ന് എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സലിം രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ഭൂമി തിരിമറി പ്രശ്നമുണ്ടായത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നിരന്തരമായി കൈക്കൂലിയും അഴിമതിയും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുമില്ല എന്ന് മാത്രമല്ല, ഇവർ ഈ വരുന്ന ആളുകളുടെ അടുത്ത് വളരെ മോശമായിട്ടാണ്. ഇപ്പോൾ ഈ കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അവരത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തിയും മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഏജൻറ്റുമാരായിട്ടുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് അവർ പൈസ കൊടുത്താൽ അവരുടെ അപ്പോൾ തന്നെ ശരിയായി കൊടുക്കും. ഓഫീസിൻ്റെ സമയം കഴിഞ്ഞു ഇവിടെ ഇരുന്ന് ഈ ഭൂമാഫിയകൾക്കും വസ്തു വിൽപ്പനക്കാർക്കുമൊക്കെ കൃത്യമായും പൈസ വാങ്ങിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ ഇന്നലെ കൂട്ടമായി ലീവ് എടുത്തുകൊണ്ട് ഈ ആളുകളെ പരീക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതൊരു വെല്ലുവിളിയായിരുന്നു. ഈ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അതാണ് ഇന്നലെ നടത്തി. അതിന് കൂട്ടായി ചില രാഷ്ട്രീയ പാർട്ടികളും അതിനനുകൂലമായ ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ ചെയ്യുന്ന ശരിയെന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഇത് ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ. കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും നിവേദനം കളക്ടർക്കും തഹസിൽദാർക്കും മിനിസ്റ്റർക്കും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വന്നാലേ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അവസാനിപ്പിക്കുന്ന കാര്യം ആലോചിക്കും. തണ്ടപ്പേർ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇത് ഓൺലൈനാക്കി മാറ്റുന്നില്ല എന്നത് അടക്കമുള്ള കാര്യം മാറ്റുന്നില്ല. ഈ തണ്ടപ്പേർ രജിസ്റ്ററിൽ ഇവിടെ ഉള്ള സംഗതിയാണ്. അത് തന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയും താലൂക്കിൽ പോയാലേ പറ്റുള്ളൂ. താലൂക്കിൽ പോയിട്ട് മാസങ്ങളോളം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഇത് അവസാനിപ്പിച്ചേ മതിയാവും. അതാണ് ഈ നിലയ്ക്കാണ് ഇപ്പോൾ ഇവിടെ സമരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്ത് പോകുന്ന നിലയുണ്ടായിരുന്നു. കാരണം ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ CPM പ്രവർത്തകർ ഈ ഉദ്യോഗസ്ഥരോട് ഇതേക്കുറിച്ച് ആരാഞ്ഞിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ അവധിയെടുത്ത് പോയത്. കഴിഞ്ഞ ദിവസവും ഈ തരത്തിൽ CPMന്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM പ്രവർത്തകർ ഓഫീസ് ഉപരോധിക്കുകയാണ്. മറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ജീവനക്കാരെ കടത്തിവിടുന്നുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസിലേക്കുള്ള ജീവനക്കാരെ കടത്തിവിടാതുള്ള ഉപരോധ സമരവുമായി CPM അവരുടെ പ്രതിഷേധം തുടരുകയാണ്. രഞ്ജിത്ത്, അതാണ് കടകംപള്ളി വില്ലേജ് ഓഫീസ് തുടർച്ചയായ 2ാം ദിവസവും അവിടെ സമരങ്ങൾ നടക്കുകയാണ്. വാർത്താരംഭത്തിൽ ഇടവേള.
ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കരതൊടും. കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കും. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങൾ. റെഡ് അലേർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി നൽകി. IT മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമും അനുവദിച്ചിട്ടുണ്ട്. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ഇത് വലിയ ജാഗ്രത വേണ്ട ഒരു സംഗതിയാണ്. അത്രത്തോളം ജാഗ്രത ഈ രണ്ട് സംസ്ഥാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏതൊക്കെ തലത്തിലാണ് ഈ കാറ്റ് ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുക എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ? രഞ്ജിത്ത്, തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിന്റെയും തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതയാണ് തുടരുന്നത്. ഈ ശ്രീലങ്കയിലെ ആയിരുന്നു ഈ ചുഴലിക്കാറ്റ്, അതായത് അതീവ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് എങ്കിൽ അതിപ്പോൾ നീങ്ങി തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ ഇത് മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 12 കിലോമീറ്റർ അതീവ ശക്തിയോടുകൂടി ചെന്നൈ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഇത് പുതുച്ചേരിക്ക് സമീപമുള്ള മഹാബലിപുരത്തിനും ഒപ്പം തന്നെ കാരയ്ക്കലിനും സമീപത്താണ് ഈ ചുഴലിക്കാറ്റ് കരതൊടും എന്ന് അറിയിച്ചിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അത് കരതൊടും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ പുതുച്ചേരിയോട് ഏറെ സമീപത്തോടു കൂടിയാണ് ഇത് കരതൊടുക എന്നാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചുഴലിക്കാറ്റിന് പ്രത്യേകിച്ച്, അതായത് ഇത്രയധികം കാലാവസ്ഥാ നിരീക്ഷകരെ കുഴക്കിയ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടില്ല. ഏറ്റവും അതായത് നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആദ്യം അത് ന്യൂനമർദ്ദമായി വടക്കൻ ശ്രീലങ്കയിൽ രൂപപ്പെട്ടു. അതിനുശേഷം അത് അതീവ ശക്തിയുള്ള ന്യൂനമർദ്ദമായി മാറി. പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത് ചുഴലിക്കാറ്റായി മാറുന്നത്. ഏതായാലും തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തുകയാണ്. 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. 4000-ഓളം മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളോടെല്ലാം തന്നെ തിരിച്ചു വരാൻ ഇന്നലെ തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ 4000-ഓളം ബോട്ടുകൾ ഇപ്പോൾ ഈ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് അറിയുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തമായ മറീന ബീച്ച് പോലും ഒരു മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ ശക്തിയുള്ള ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഇടയിലാണ് കരതൊടുക എന്നാണ് അറിയുന്നത്. അതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഈ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഇത് ആന്ധ്രയുടെ നെല്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ അതീവ ജാഗ്രതയാണ് തുടരുന്നത്. 470, അതായത് നാഗപട്ടണം, തിരുവാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 470-ഓളം ആളുകളെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും അതീവ ജാഗ്രത തുടരുകയാണ്. രഞ്ജിത്ത്, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. നമുക്ക് ചില ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കടലൊക്കെ വല്ലാതെ പ്രക്ഷുബ്ധമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാറ്റിൻ്റെ ഏതാണ്ട് വേഗത സംബന്ധിച്ചും അതിൻ്റെ മറ്റ് ആഘാതങ്ങൾ സംബന്ധിച്ചും കൃത്യമായ ഒരു സൂചന ഇപ്പോഴും നൽകാനായിട്ടില്ല. പക്ഷേ വലിയ സന്നാഹങ്ങൾ, വലിയ ക്രമീകരണങ്ങൾ, വലിയ ജാഗ്രത ഈ രണ്ട് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ആന്ധ്രയുടെ ചില പ്രദേശങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ പ്രസവത്തെ തുടർന്ന് 1.5 വയസ്സുകാരൻ്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആശുപത്രി സൂപ്രണ്ട്, പ്രസവമെടുത്ത ഡോക്ടർ എന്നിവരുൾപ്പെടെ 3 ഡോക്ടർമാർക്കെതിരെയാണ് പിതാവ് വിഷ്ണുവിൻ്റെ പരാതി. അതേസമയം കുട്ടിക്ക് അംഗവൈകല്യം സംഭവിച്ച കേസിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം ജില്ലയിലെ അന്വേഷണം പൂർത്തിയാക്കി 3-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കും. നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ച കേസിൽ പ്രതി ചേർത്ത ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് രണ്ടാമത്തെയും പരാതി. പ്രസവ സമയത്ത് ഡോക്ടറുടെ പിഴവ് മൂലമാണ് കുഞ്ഞിന്റെ കൈയിലെ ഞരമ്പുകൾ നശിക്കുകയും പേശികൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഡോക്ടർ പുഷ്പയെ കൂടാതെ ആശുപത്രി സൂപ്രണ്ട് ദീപ്തി, WNCയിലെ തന്നെ മറ്റൊരു ഡോക്ടറായ ഇന്ദു എന്നിവർക്കെതിരെയും കുടുംബം ആക്ഷേപമുന്നയിക്കുന്നുണ്ട്.
1.5 വർഷത്തിനിടയിൽ പല തവണയാണ് കുട്ടിയുടെ മാതാപിതാക്കളായ അശ്വതിയും വിഷ്ണുവും പരാതിയുമായി ആശുപത്രിയിൽ കയറിയിറങ്ങിയത്. എന്നാൽ ഡോക്ടർക്കെതിരെയുള്ള പരാതി സ്വീകരിക്കാനോ പ്രാഥമിക അന്വേഷണം നടത്താനോ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. കൈയുടെ സ്വാധീനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ട വിഹാൻ ഇപ്പോൾ കടുത്ത വേദനകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അവരുടെ ക്ലാവിക്കലും പൊട്ടലുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലാവിക്കലും പൊട്ടലുണ്ടായിരുന്നതുകൊണ്ട് 3 മാസം സ്ലിംഗ് ഇടാൻ പറഞ്ഞു. ഞാൻ 3 മാസം സ്ലിംഗ് ഇട്ടിരിക്കുകയായിരുന്നു. എലൈറ്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പ്രദീപ് ഡോക്ടറിൻ്റെ അടുത്ത് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് നേരെ പ്രദീപ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അടിയന്തരമായിട്ടൊരു സർജറി വേണ്ടി വരും. കുഞ്ഞിൻ്റെ ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. അതുപോലെ മസിൽ ലോസും ഉണ്ട്. അത് അതൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാലാവധി എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം കുട്ടിക്ക് അംഗവൈകല്യം സംഭവിച്ച കേസിൽ തിരുവനന്തപുരത്തെത്തിയ വിദഗ്ധ സംഘം നിയമ നടപടി നേരിടുന്ന മിഡാസ് ഹെൽത്ത് കെയർ, ശങ്കർ ലാബ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. ഗൈനക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതി അംഗങ്ങൾ 1ഉം 2ഉം പ്രതിസ്ഥാനത്തുള്ള ഡോക്ടർ പുഷ്പയെയും ഷേർലിയെയും DMO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളമാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. കേസിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചികിത്സാ രേഖകൾ അടക്കമുള്ള വിവരങ്ങൾ WNC ആശുപത്രിയിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞു. അടുത്ത ഘട്ടം ഡോക്ടർമാരെ ചോദ്യം ചെയ്യലാണ്. ന്യൂസ് 18 ആലപ്പുഴ. ചക്കരപ്പറമ്പിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. അപകടം കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സിനാണ് സംഭവിച്ചത്. ബസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 30ഓളം പേർ ഉണ്ടായിരുന്നു. 2 പേരെ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പന്തളത്ത് MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് സാരമായി പരിക്കേറ്റു. അതും വലിയൊരു അപകടമാണ് ഇന്ന് പന്തളത്ത് ആ പ്രദേശത്ത് ഉണ്ടായത് എന്നതും ഏറ്റവും പ്രധാനമാണ്. വാർത്തയിലേക്ക് പോകണം. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന പരിശോധന ഇന്നും തുടർന്നേക്കും. ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന. സൗബിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനയുണ്ടായത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി അടയ്ക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക വിലയിരുത്തൽ. മുറിവുണങ്ങാതെ മുണ്ടക്കൈയും ചൂരൽ മലയും. ദുരന്തം പിന്നിട്ട് 4 മാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 മാസം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത. പുനരധിവാസം എങ്ങുമെത്താതെ ഇഴയുമ്പോൾ എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണ്. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ തുടരുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, പുനരധിവാസത്തിന്റെ പ്രശ്നമുണ്ട്, തൊഴിൽ സാഹചര്യങ്ങളുടെ പ്രശ്നമുണ്ട്, ഈ ഉപജീവനം എങ്ങനെയാകുമെന്ന പ്രശ്നമുണ്ട്, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാത്ത ഒരു 4 മാസം, ഇപ്പോഴും ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ എന്തു ചെയ്യുമെന്നറിയാതെ ഒരു ജനത, അവരെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുമോദ് നമ്മുടെ ദൃശ്യങ്ങളിലൂടെ, അനുമോദിൻ്റെ വാക്കുകളിലൂടെ തുറന്നു കാട്ടിയത്. എന്താണ് അവർക്ക് ഇനി വേണ്ടത് എന്നത് അവർ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ വയനാട് ദുരന്തം, അതായത് മുണ്ടക്കൈ ചുരൽമല ദുരന്തം തകർത്ത ഒരു ജനത യഥാർത്ഥത്തിൽ ഇപ്പോഴും നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയുണ്ട്. നേരത്തെ രഞ്ജിത്ത് തന്നെ പറഞ്ഞതുപോലെ പുനരധിവാസം, അതുപോലെ തന്നെ തൊഴിൽ,
ബാങ്ക് വായ്പകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നറിയാത്ത അവസ്ഥ, ചികിത്സ, തുടർ സഹായങ്ങൾ, അതുപോലെ തന്നെ ഈ മാനസികമായിട്ട് അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ കൃഷി, അതേപോലെ അവരുടെ ഭൂമി, ഇതെല്ലാം നഷ്ടമായതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതിലൊക്കെ അനിശ്ചിതത്വം മാത്രമാണ് നിലനിൽക്കുന്നത്. പുനരധിവാസത്തെ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരിൻ്റെ ശ്രമങ്ങൾ അത് കോടതി നടപടികളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. എവിടെ പുനരധിവാസം എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. എത്ര പേർക്ക് എന്ന കാര്യത്തിൽ ഇനിയും പട്ടിക അന്തിമമായിട്ട് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചൂരൽമല ദുരന്തമുണ്ടായ ആ 30 മീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക് അതിനപ്പുറം താമസിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ചില ഈ അനിശ്ചിതത്വം നിൽക്കുന്ന സാഹചര്യം. ബാങ്ക് വായ്പകൾ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. നിലവിൽ അവർക്ക് തിരിച്ചടവിൻ്റെ ഭീഷണി വിളികളൊന്നും ഇല്ലെങ്കിൽ പോലും ഏറെ വൈകാതെ തിരിച്ചടയ്ക്കേണ്ടി വരും, പലിശ സഹിതം എന്ന് അവർക്കറിയാം. അപ്പോൾ അത് മറ്റൊരു പ്രതിസന്ധി. ഇതിനു മുൻപ് പൊന്നു വിളയിച്ചിരുന്ന കൃഷിഭൂമിയെല്ലാം തന്നെ ഉരുൾ കൊണ്ടുപോയപ്പോൾ ഒന്നും അവശേഷിക്കാതെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ഒരുപാട് പേരുണ്ട് അവിടെ. അവരെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന ഒരു 5 സെൻറ്റ് ഭൂമിയും ഒരു വീടും കൊണ്ട് മാത്രം ഉപജീവനമാവില്ല. അവരുടെ വിലപ്പെട്ട കൃഷിയിടം, അതിൻ്റെ മൂല്യം എത്രയെന്ന് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ പലർക്കും വാടക കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിലും ആഴത്തിലുള്ളതാണ് വയനാട്ടിലെ യഥാർത്ഥ ചിത്രം. ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന പേരുകളൊന്നുമല്ല അവിടെ ഉള്ളത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ, എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ നമ്മൾ മാനസികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഒട്ടനവധിയുണ്ട്. ചില പേരുകൾ മാത്രമാണ് സമൂഹത്തിന് മുൻപിലുള്ളത്. പക്ഷെ അതിലും അപ്പുറത്താണ് അവിടെ ഒറ്റപ്പെട്ടു പോയവരുടെയും എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെയൊക്കെ അവസ്ഥ. അവിടെയൊക്കെയാണ് നമ്മൾ കരുണാർദ്രമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുള്ളത്. കേന്ദ്രത്തിൻ്റെ സഹായം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വേണം. ഇവിടെയൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ അവിടെ പുനരധിവാസത്തിന് വീട് വാഗ്ദാനം ചെയ്തവർക്കൊന്നും ഇതുവരേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു സമീപനം ഉണ്ടായിട്ടില്ല. എവിടെ വീട് വെക്കണമെന്നോ എത്ര വീട് വെക്കണമെന്നോ ഒന്നും ഇപ്പോഴും അവർക്കൊരു തിരിച്ചൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇവർക്കൊക്കെ ദിവസം 300 രൂപ വെച്ച് സർക്കാർ വാഗ്ദാനം ചെയ്ത പണം പോലും പലർക്കും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ ജനത മുഴുവനുള്ളത്. 3 വാർഡല്ലേ ഉള്ളൂ എന്നൊരു മന്ത്രിയുടെ ഈ ലഘൂകരിക്കുന്ന ദുരന്തത്തിൽ ലഘൂകരിക്കുന്ന വാക്കുകളൊന്നുമല്ല വേണ്ടത്. അവിടെ നമ്മൾ 3 വാർഡ് എന്നതിനപ്പുറം ഒരു 3000 മനുഷ്യരുടെ വേദനയാണ് അവിടെ കാണേണ്ടത്. അപ്പോൾ ഹൃദയം കൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പ്രായോഗികമായിട്ട് സാധ്യമായതൊക്കെ സമയബന്ധിതമായി ചെയ്യുകയുമാണ് ഇവിടെ ആവശ്യമുള്ളത്. പക്ഷേ സമയബന്ധിതം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കിൽ ഇപ്പോഴും ഇല്ലാത്തത്. അവിടെയാണ് നമ്മളുടെ വാർത്താ പരമ്പരയും മറ്റു മാധ്യമങ്ങളുടെ ഇടപെടലും എല്ലാം സജീവമായിട്ട് ഇനിയും വേണ്ടത്. ഇനിയും വൈകരുത്. കാരണം അനിശ്ചിതകാലത്തേക്ക് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അവരോട് ചെയ്യുന്ന മറ്റൊരു ക്രൂരതയാകുമെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. അനുമോദാണ് കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചത്. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചത് എല്ലാം ഒരു രാത്രി കൊണ്ടില്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു 1 മണി, ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിലെ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിൻ്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിൻ്റെ,
നാടിൻ്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തമുണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം എന്ന് തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഇന്നെത്തും. രാവിലെ 11 മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കലുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിന് പുറമെ വകുപ്പ് വിഭജനത്തിലും കടുത്ത അസംതൃപ്തിയുമായി ശിവസേന. ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് സേനയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന നിലപാടിലാണ് സേന. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു. ഇന്നലെ നമുക്കറിയാം ഏക്നാഥ് ഷിൻഡെ യോഗത്തിൽ പങ്കെടുക്കാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങുകയും തൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം ഇപ്പോൾ അവിടെ വിശ്രമത്തിലുമാണ്. നേതാക്കളുമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നാണ് വിവരം. നാളെ ഒരു പക്ഷേ യോഗം ചേർന്നേക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നു. രാകേഷ്, എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത്? വലിയൊരു വിജയം സംഭവിച്ച ഒരാഴ്ച പിന്നിടുമ്പോഴും മന്ത്രിസഭാ രൂപീകരണമാകുന്നില്ല. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം വൈകുമെന്ന് ഉറപ്പാവുകയാണ്. കാരണം ശിവസേനയ്ക്ക് നിലവിൽ കടുത്ത അതിർത്തിയുണ്ട്. കാരണം ഡൽഹിയിലെ ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്ന് വ്യക്തമായതാണ്. ഏക്നാഥ് ഷിൻഡെയോട് ഇക്കാര്യം BJP ദേശീയ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങൾ ആ യോഗത്തിൽ ഷിൻഡെ BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ്, പ്രത്യേകിച്ച് അമിത്ഷായെ അറിയിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, തൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ അതിന് പകരമായി ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകണമെന്ന ആവശ്യം ഷിൻഡെ മുന്നോട്ട് വയ്ക്കുന്നു. അതിലൊന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനമാണ്. ഒപ്പം സ്പീക്കർ പദവിയും ശിവസേനയ്ക്ക് വേണം എന്നൊരാവശ്യം അവർക്കുണ്ട്. ഇതുകൂടാതെ നഗര വികസന വകുപ്പ് നേരത്തെ ചോദിച്ചിരുന്നു. അതിലും ഒരു അനുകൂല പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റവന്യൂ വകുപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ശിവസേന ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊന്നൊരു അനുകൂല നിലപാട് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശിവസേന പരിഗണിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം സത്താറയിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിൽ ആദ്യം ശിവസേന നേതാക്കൾ നൽകിയിരിക്കുന്ന വിശദീകരണം, അദ്ദേഹം അസുഖബാധിതനാണ്, പനിയുണ്ട്, അതുകൊണ്ടാണ് തൻ്റെ ഗ്രാമത്തിലേക്ക് പോയതെന്നാണ്. പക്ഷേ അതിനുശേഷം ഇന്നലെ ശിവസേനയുടെ നേതാവായ സഞ്ജയ് സിർസത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. അതായത് ചില നിർണായക തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനം ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തുനിന്നുണ്ടാകും, അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോൾ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ സർക്കാർ രൂപീകരണം BJPക്ക് ശിവസേന ഇല്ലാതെയും അങ്ങനെ സർക്കാർ രൂപീകരിക്കുന്നത് പ്രതിസന്ധിയില്ല. കാരണം 132 അംഗങ്ങൾ BJPക്കുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 അംഗങ്ങളാണ്. 41 അംഗങ്ങളുടെ NCPയുടെ പിന്തുണ നേരത്തെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ രൂപീകരണത്തിന് പ്രശ്നമില്ല. ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഭരണത്തിലാണ്. കാരണം കാര്യമായ ഭൂരിപക്ഷം കേന്ദ്രത്തിൽ മോദി സർക്കാരിനില്ല. 9 MP-മാർ ശിവസേനയ്ക്കുണ്ട്. പക്ഷേ ശിവസേനയെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഷിൻഡെയെ അന്വയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. BJP സംഘടനാ പർവം യോഗം ഇന്ന് ചേരും. വരും തെരഞ്ഞെടുപ്പുകളിൽ സംബന്ധിച്ചും സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാകും ചർച്ച. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനോദ്, പാലക്കാട് പരാജയം കൂടി പശ്ചാത്തലമാണ് ഈ യോഗത്തിന്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
രഞ്ജിത്ത്, നേരത്തെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ യോഗം. നേതൃയോഗം തന്നെയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കെ സുരേന്ദ്രന് പുറമെ ദേശീയ നേതാക്കൾ കൂടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുരേന്ദ്രന്റെ കാലാവധി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സമയം നീട്ടിക്കൊടുത്തു. അതിനുശേഷം സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായി. ഇത് സ്വാഭാവികമായും സുരേന്ദ്രന് അനുകൂലമായ ഒരു ഘടകമായിരുന്നു. ഇപ്പോഴത്തെ പാലക്കാട് തോൽവി, അതിനുശേഷം സുരേന്ദ്രൻ ഒരുപക്ഷെ സ്ഥാനമൊഴിഞ്ഞേക്കും, അല്ലെങ്കിൽ സുരേന്ദ്രനെ മാറ്റിയേക്കും എന്നുള്ള തരത്തിലുള്ള ചില സൂചനകളും വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം അതിൽ കൃത്യമായ നിലപാട് പിന്നീട് വ്യക്തമാക്കി. ഇപ്പോൾ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു നേതാവിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. പ്രകാശ് ജാവദേക്കർ തന്നെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ ആ തരം കാര്യങ്ങളോ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണ്. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സ്വാഭാവികമായും സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോയ ശേഷം കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഇത് തടയുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോൾ BJPക്ക് മുന്നിലുണ്ട്. രഞ്ജിത്ത്, VV വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ സംഘർഷം. UP വിഭാഗം സംഘനൃത്തത്തിന്റെ വിധി നിർണയത്തിൽ പിഴവ് ആരോപിച്ചാണ് രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധിച്ചത്. വിധികർത്താക്കൾക്ക് നേരെ കയ്യേറ്റമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഇവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. കാറിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വനിതാ പോലീസ് ഇടപെട്ട് ഇവരെ പുറത്താക്കിയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. വിനീഷ് കൊട്ടാരക്കരയുണ്ട്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ കലോത്സവ വേദികളെല്ലാം തന്നെ കലാപവേദിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വേദി 14-ലും അതുപോലെ തന്നെ 6-ാം വേദിയിലും കോൽക്കളി, ഈ സംഘനൃത്തം തുടങ്ങിയ വേദികളിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ജഡ്ജസിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് വേദി 14 നടന്ന സംഘനൃത്തമാണ്. UP വിഭാഗത്തിന്റെ സംഘനൃത്തമാണ്. ഈ സംഘനൃത്തം തുടങ്ങിയതും അല്പം സമയമെടുത്തായിരുന്നു. കാരണം ഇത് തീരാനും ഒരുപാട് വൈകുകയും ചെയ്തു. ഏകദേശം 12 മണിയോട് കൂടിയാണ് ഈ പ്രോഗ്രാം തീർന്നത്. അതായത് ഈ പ്രോഗ്രാം തീർന്നിട്ട് ഇതിന്റെ ഫലപ്രഖ്യാപന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായത്. ഫസ്റ്റ് കിട്ടിയ സ്കൂളിന്റെ പേര് വിവരം പുറത്തു പറഞ്ഞപ്പോൾ തന്നെ സംഘർഷം ഉടലെടുത്തു. തുടർന്ന് 2-3 സമ്മാനങ്ങൾ നേടിയ ഈ സ്കൂളുകളുടെ പേര് വിവരങ്ങൾ പോലും കേൾക്കാൻ അവിടെയുള്ളവർ തയ്യാറായില്ല. ഉടൻ തന്നെ ജഡ്ജസിന് നേരെ ആക്രോശിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ജഡ്ജസിനെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് അതിൽ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പോലീസിന്റെ സംയോജിതമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജഡ്ജസിനെ സംരക്ഷിച്ചാണ് മറ്റൊരു വാഹനത്തിൽ കയറ്റി വിട്ടത്. പക്ഷേ വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കല്ലെറിയുകയും ചെരുപ്പ് ഊരിയെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. രഞ്ജിത്ത്, ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൊട്ടാരക്കരയിൽ. ശരി വിനീഷ്. തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ യൂട്യൂബർ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. തൊപ്പിയുടെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. ടോം കുര്യാക്കോസ് ഉണ്ട്. ടോം, നേരത്തെ ഇയാളെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു, അന്വേഷണമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ നീക്കം പോലീസിന്റെ? രഞ്ജിത്ത്, ഈ മാസം 16-നാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ തൊപ്പി എന്നറിയപ്പെടുന്ന നിഖാലിന്റെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഡാൻസർ സംഘം രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാസലഹരി പിടികൂടിയത്. അതായത് ഈ പാലാരിവട്ടം പോലീസ്
ഇയാളുടെ ഫ്ളാറ്റിലാണ്, അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യുവതികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയിരുന്നു. ഈ കേസിലാണ് തൊപ്പിയും അതിന് തൊട്ടു പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി, എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നാൽ നിഹാലിന്, അതായത് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാലിനെതിരെ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. മറ്റ് കൂടെ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ബാക്കി മറ്റുള്ളവർക്കെതിരെയാണ് കേസെടുത്തതെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിഹാലിന്റെ, അതായത് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാലിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ രാസലഹരി പിടികൂടിയത് എന്നതിനാൽ തന്നെ അയാൾക്ക് ഈ ലഹരി ഇടപാടിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഹാലിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും നിലവിലെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുകയാണ് നിഹാലും സുഹൃത്തുക്കളും. അതായത് 3 യുവതികളടക്കമുള്ള മറ്റ് 6 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നമുക്കറിയാം ഈ അടുത്ത സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്. കൊല്ലത്ത് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനിടെ ട്രെയിനിന് അടിയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശി അശോക് കുമാറാണ് മരിച്ചത്. വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ട്രാക്കിലേക്ക് വഴുതി വീണത്. കുണ്ടറയിൽ കേരള വിഷൻ കേബിൾ ഡിസ്ട്രിബ്യൂഷൻ ജീവനക്കാരനായിരുന്നു അശോക്. ചലനപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ നട അടയ്ക്കും വരെ 80,984 പേർ സന്നിധാനത്തെത്തി. ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 7 മണി വരെ പുതിയ കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. 30,000-ന് മുകളിൽ 9 മണി വരെ 30,527 പേർ ദർശനം നടത്തി എന്നുള്ളതാണ്. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, വലിയ തിരക്കുണ്ട്, പക്ഷേ തിരക്കുണ്ടെങ്കിലും കാര്യങ്ങൾ സുഗമമാണ് അല്ലേ? അവധി ദിവസമായതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ അയ്യപ്പന്മാരുടെ വരി മരക്കൂട്ടവും പിന്നിട്ട് ശബരിപീഠം വരെ നീണ്ട ഒരു സാഹചര്യം. അതായത് ശബരിപീഠം മുതൽ ആളുകളെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുവാൻ മണിക്കൂറുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 5-6 മണിക്കൂർ ചുരുങ്ങിയത് വേണ്ടിവരും. നടപ്പന്തലിലും ഏറെ സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മിനിറ്റിൽ 60-ലേറെ അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റുന്നുണ്ടെങ്കിൽ പോലും തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം. ഇത് വലിയ തോതിൽ തന്നെ വൈകുന്നേരം വരേക്കും നീളാനുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. ഇന്നലെ രാത്രി മുതൽ പമ്പയിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ പോലീസിൻ്റെ കണക്ക് പ്രകാരം 80,000-ലധികം പേരാണ് 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അത് കണക്കിൽ അല്പം മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെയും മറ്റും കണക്കുകൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ആളുകൾ, അയ്യപ്പന്മാർ പമ്പ മുതൽ ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരും എന്ന കൃത്യമായ ഒരു നിർദ്ദേശം പോലീസും അയ്യപ്പന്മാർക്ക് നൽകുന്നുണ്ട്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇന്ത്യൻ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച ICC. ഹൈബ്രിഡ് മോഡൽ പാകിസ്ഥാൻ സമ്മതിച്ചില്ല എങ്കിൽ വേദി മാറ്റുമെന്നാണ് ICC ബോർഡ് അംഗങ്ങളുടെ നിലപാട്. ഇതോടെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.